ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ രണ്ടാം ഭാഗത്ത് കൈ ശോഷിച്ച ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്. രണ്ട് ചിന്തകളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ആ കൈ ശോഷിച്ച മനുഷ്യനെ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നു, ഫരിസയരുണ്ടായിരുന്നു, ഈശോയുണ്ട്. ഫരിസയരുടെ മനോഭാവം എന്തായിരുന്നു? ഈശോയുടെ മനോഭാവം എന്തായിരുന്നു? ഫരിസയർ ആ കൈശോഷിച്ച മനുഷ്യനെ കാണുമ്പോൾ അത് മറ്റൊരു വ്യക്തിയാണ്, അവരെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. എന്തൊക്കെ കുറവുകൾ നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ ഒക്കെ ഉണ്ടായാലും അവനും ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയത, അല്ലെങ്കിൽ യഥാർത്ഥ മതാത്മകത, അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യത്വം എന്നുള്ളത്. പക്ഷെ ഫരിസയരെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനെ ഒരു മീൻസായിട്ടാണ്, ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശോയെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഈശോ എങ്ങനെയാണ് ആ വ്യക്തിയെ കാണുന്നത്? എങ്ങനെയാണ് അവനോട് പെരുമാറുന്നത്? ഈശോ ആ വ്യക്തിയെ കാണുമ്പോൾ, അവൻ്റെ കുറവുകൾ കാണുമ്പോൾ അവനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ്. വെറുതെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയല്ല, വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യുകയല്ല ഈശോ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇമ്മീഡിയറ്റ്ലി ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ആക്ട് അതിൽ ഏർപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ചുറ്റും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരും ചിലപ്പോൾ ഇതുപോലെ കുറവുകളുള്ള മനുഷ്യരായിരിക്കാം. അത് ശാരീരികമായിട്ടുള്ള കുറവുകളാവണമെന്നില്ല, മാനസികമായിട്ട്, ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് വേദനിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും വേണമെന്നില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വൈകാരികമായി വേദനിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ നമ്മൾ കണ്ടേക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ. അത്തരം സന്ദർഭങ്ങളിൽ നമുക്കവർ ഒരു ചർച്ചാ വിഷയമായി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി സിമ്പതിയോടുകൂടെ ചിലപ്പോൾ ചർച്ച ചെയ്യും. അവനങ്ങനെ പറ്റിയല്ലോ, അവൻ വലിയ വിഷമത്തിലാണല്ലോ, ബുദ്ധിമുട്ടിലാണല്ലോ, അവനങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ. അങ്ങനെ നമ്മുടെ ചർച്ചകളിൽ മാത്രം അത്തരം വ്യക്തികൾ, അവരുടെ കുറവുകൾ, വേദനകൾ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? നമ്മൾ ആത്മപരിശോധന ചെയ്യണം. നമ്മൾ ഈ ഫരിസയരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അത്തരത്തിലാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്, അവനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഈശോയെപ്പോലെ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഈശോയുടെ മനോഭാവം എന്താണ്? അവൻ്റെ കുറവ് കാണുമ്പോൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്ന ഒരിടപെടൽ ഈശോ നടത്തുകയാണ്. ഒരുപാട് വർത്തമാനങ്ങളൊന്നും ഈശോ പറയുന്നില്ല, നേരെ മറിച്ച് അവനെ സൗഖ്യപ്പെടുത്തുകയാണ് ഈശോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ സിമ്പതിയല്ല നമുക്ക് വേണ്ടത്, എമ്പതിയാണ്, കമ്പാഷൻ, അനുകമ്പയോടുകൂടി അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ നമ്മുടെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നമ്മുടെ സഹായം കൊണ്ടുമൊക്കെ അവർക്ക് സൗഖ്യം നൽകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈശോയുടെ ഈ കൈശോഷിച്ച മനുഷ്യൻ്റെ മുമ്പിലുള്ള ആ മനോഹരമായിട്ടുള്ള മനോഭാവം, പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന സ്നേഹം, ചർച്ചകളിൽ ഒതുങ്ങുന്നതല്ല, അവനെപ്പറ്റി സിമ്പതിയോടുകൂടി സംസാരിക്കുന്നതിലല്ല, പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന സൗഖ്യപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ശൈലി ഈശോയെ പോലെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം ബൈബിള് നമുക്ക് പല തരത്തിൽ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പറ്റും. ഒരു വ്യാഖ്യാനത്തിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷനാണ്. ആത്മീയമായിട്ട്
ബൈബിളിലെ വചനങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്. ശോഷിച്ച കൈയുള്ള മനുഷ്യനെ നമ്മൾ കാണുന്നു. അത് ശാരീരികമായിട്ട് മാത്രമല്ല, ഒരു സ്പിരിച്വൽ മീനിങ് കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്ത് ഈ ശോഷിച്ച കൈയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ശോഷിച്ച അവസ്ഥകളുള്ള മനുഷ്യൻ എന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ശോഷിച്ചു പോയ അവസ്ഥകളുണ്ടോ? അത് നമ്മുടെ ബന്ധങ്ങളിലെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയായിരിക്കും. ചിലപ്പോൾ ശോഷിച്ചു പോയിട്ടുണ്ടാകും. ജീവിത പങ്കാളികൾ തമ്മിൽ കല്യാണം കഴിച്ച ആ നാളുകളിലുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം അത് ശോഷിച്ചു പോയിട്ടുണ്ടോ? നമ്മൾ ആത്മപരിശോധന ചെയ്യണം. പ്രാർത്ഥിക്കാനായിട്ടുള്ള നമ്മുടെ താല്പര്യം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശോഷിച്ചു പോയിട്ടുണ്ടോ? ആത്മപരിശോധന ചെയ്യണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം ചെലവിടാനായിട്ട് നമ്മൾ തിരക്കുള്ളവരാണ്, ജോലിയുടെ അധ്വാനത്തിൻ്റെ ക്ഷീണം പേറുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ മക്കൾ കുറച്ചു നേരം നമ്മളോടൊപ്പം വന്നിരിക്കാൻ, കളിക്കാൻ ആഗ്രഹിച്ച് ഓടി വരുമ്പോൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ടുള്ള മനോഭാവത്തിൽ ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് ആത്മപരിശോധന ചെയ്യണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും നല്ല ഭാവങ്ങൾ, മനോഭാവങ്ങൾ ശോഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈശോ എന്താണ് പറയുന്നത്? അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ചു. ഈശോ നമ്മളോടും പറയുന്നുണ്ട്, ഇത്തരം ശോഷണങ്ങൾ സംഭവിച്ച നമ്മുടെ സാഹചര്യങ്ങളിൽ കൈ നീട്ടാനായിട്ട്, ആ ശോഷിച്ചു പോയ ആ ഭാവം, മനോഭാവം, അവസ്ഥ അത് സമർപ്പിക്കാനായിട്ട് ഈശോയുടെ മുമ്പിൽ, അത് സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവൻ ആ ശോഷിച്ചു പോയ ഇടങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തി നമ്മെ വീണ്ടും ജീവനിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇന്ന് സുവിശേഷം അതിൻ്റെ ഒരു സ്പിരിച്വൽ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ഏതേത് ഭാവങ്ങളാണ്, എൻ്റെ ഏതേത് അവസ്ഥകളാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ശോഷിച്ച് പോയിട്ടുള്ളത്? നമുക്ക് ആ ശോഷിച്ച മനുഷ്യൻ കൈനീട്ടിയതുപോലെ നമുക്കും അത് ഈശോയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കാം. അവൻ അതിനെ തൊട്ട് സുഖപ്പെടുത്തും. അങ്ങനെ കൂടുതൽ ജീവനിലേക്ക് കടക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ മനോഭാവങ്ങൾ ഫരിസേയ മനോഭാവങ്ങളാകാതെ യേശു മനോഭാവത്തോടുകൂടി നമ്മുടെ ചർച്ചകളിൽ അവരുടെ വേദനകൾ ഒതുങ്ങി നിൽക്കാതെ ആ വേദനകളിൽ ഇടപെടുന്ന, അവിടെ അനുകമ്പ കൊണ്ട് അവരെ സ്നേഹിക്കുന്ന, തൊടുന്ന, സൗഖ്യപ്പെടുത്തുന്ന മനുഷ്യരായി നമുക്ക് മാറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.